ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഗ്രീക്കോ റോമൻ പീരീഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഒരു പ്ലേലിസ്റ്റിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഗ്രീക്ക് ട്രജീഡിയൻസിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ വാച്ച് ദാറ്റ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗ്രീക്ക് ട്രജീഡിയൻസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രജീഡിയൻസ്, അതായത് ഏഷ്ചിലസ്, സോഫോക്ലസ് ആൻഡ് യൂറിപ്പിഡസ്, ഇവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിന്ന് ഏഷ്ചിലസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ട്രാജഡി. മാത്രമല്ല 70 to 90 പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും സർവൈവ് ചെയ്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്ലേസിലുടനീളം നമുക്ക് ഒരു റിലീജിയസ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ഒരു വാല്യൂ അടങ്ങുന്ന നാടകങ്ങളാണ് കൂടുതലും ഏഷ്ചിലസ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദി ഓറസ്ട്രിയ എന്നുള്ളൊരു ട്രയലജിയാണ്. ഈ ഒരു ട്രയലജിയിൽ 3 പ്ലേസ് ആണ് വരുന്നത്. ആഗ്മെംനൻ, ദ ലൈബേഷൻ ബെയറേഴ്സ്, ദ യൂമിനൈഡസ്. ഈ മൂന്നെണ്ണത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ദ പേർഷ്യൻസ് എന്നൊരു ഡ്രാമ കൂടി ഏഷ്ചിലസിൻ്റെ വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേ കൂടിയാണ്. നമുക്ക് ഫസ്റ്റ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദ ഓറസ്ട്രിയ ട്രയലജിയെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രയലജിയാണ്, അതായത് 3 ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇതിൽ വരുന്നത്. ആഗ്മെംനൻ, ദ ലൈബേഷൻ ബെയറേഴ്സ് ആൻഡ് ദി യൂമിനൈഡസ്. ഈ ഒരു പ്ലേസ് 3 പ്ലേയുടെയും കോമൺ തീം എന്ന് പറയുന്നത് ജസ്റ്റിസ്, റിവെഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ ആദ്യത്തെ നാടകമായിട്ടുള്ള ആഗമെംനൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് അതുതന്നെയാണ്. മൈസീനിയയിലെ രാജാവായിട്ടുള്ള ആഗമെംനൻ ട്രോജൻ വാറിന് പോവുകയാണ്. അപ്പോൾ യുദ്ധത്തിന് മുമ്പായിട്ട് അവർ ഒരു ബലി കൊടുക്കും. ദൈവത്തിന് ബലി കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ബലി സ്വീകരിക്കുകയാണെങ്കിൽ അവർ ആ യുദ്ധം വിജയിക്കുമെന്നും മാത്രമല്ല പോകുന്ന യാത്രയിൽ അധികം തടസ്സങ്ങൾ ഉണ്ടാവത്തില്ലെന്നുമാണ് വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആഗമെംനൻ സ്വന്തം മകളെ തന്നെയാണ് ബലി കൊടുക്കുന്നത്. ആഗമെംനനും ഭാര്യയായിട്ടുള്ള ക്ലിമനസ്ട്രയ്ക്ക് 3 മക്കളാണുള്ളത്. ഇഫിജീനിയ, ഓറസ്ട്രസ് ആൻഡ് ഇലക്ട്ര. ഇതിൽ ഇഫിജീനിയയാണ് ബലി കൊടുക്കുന്നത്. ക്ലിമൻഡർ ഒരുപാടധികം എതിർത്തെങ്കിൽ പോലും ആഗമെംനൻ അത് വകവെച്ചില്ല. സ്വന്തം മോളെ പോലും ബലി വയ്ക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു യുദ്ധം ജയിക്കുക എന്നത് മാത്രമായിരുന്നു ആഗമെംനന് ലക്ഷ്യം. അങ്ങനെ ഇഫിജീനിയെ സാക്രിഫൈസ് ചെയ്യുന്നു, യുദ്ധത്തിന് പോകുന്നു, ജയിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ക്ലിമൻഡ്രയ്ക്ക് ഈ ഒരു രീതിയിലൊരു പ്രതികാരം എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം സ്വന്തം മകളെ ബലി കൊടുത്തതിൻ്റെ ഒരു പ്രതികാരം ക്ലിമനസ്ട്രയ്ക്ക് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ആഗമെംനൻ യുദ്ധത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ കസാൻഡ്ര എന്നുള്ളൊരു സ്ത്രീയെ കൂടെ കൊണ്ടുവരുന്നുണ്ട്, ഒരു മിസ്ട്രസ് ആയിട്ട്. അതും കൂടി ഒരു കാരണമാകുകയാണ് ക്ലിമനസ്ട്രയ്ക്ക് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി. അങ്ങനെ ക്ലിമനസ്ട്ര അവിടുത്തെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു തടവുകാരൻ്റെ കൂടെ ഒപ്പം ചേർന്നുകൊണ്ട് ആഗമെംനനെ വകവരുത്തുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലേ ആയിട്ടുള്ള ആഗമെംനൻ്റെ കഥ. ഇനി ദ ലൈബേഷൻ ബെയറർ ആയിട്ടുള്ള സെക്കൻഡ്, നമ്മുടെ സീക്വലിലേക്ക് വരികയാണെങ്കിൽ ആഗമെംനൻ്റെയും ക്ലിമനസ്ട്രയുടെയും സർവൈവിങ് ചിൽഡ്രൻ ഓറസ്ട്രസും ഇലക്ട്രയും, ഇവർ 2 പേർക്കും അച്ഛനോടാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ അച്ഛനെ വകവരുത്തിയ അമ്മയെ തിരിച്ച് കൊല്ലുവാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഓറസ്ട്രസ് ആണ് പ്രത്യേകിച്ചും ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓറസ്ട്രസ് ചെയ്തത് മാട്രിസൈഡാണ്, സ്വന്തം അമ്മയാണ് കൊന്നത്. അപ്പോൾ ആ ഒരു പാപം കൊണ്ട് ഓറസ്ട്രസിനെ ഫ്യൂറീസ് അല്ലെങ്കിൽ യുമനൈഡസ് എന്ന് പറയുന്ന കുറച്ച് സ്പിരിറ്റ്സ് ഉണ്ട്. ദേ ആർ ദ സ്പിരിറ്റ്സ് ഓഫ് വെഞ്ചൻസ് ആൻഡ് റെട്രിബ്യൂഷൻ. ഈ ഒരു സ്പിരിറ്റ്സ് ഈ ഒരാളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതാണ് സെക്കൻഡ് പാർട്ടായിട്ടുള്ള ലൈബേഷൻ ബെയറേഴ്സിൻ്റെ ഒരു പ്ലോട്ട്. ഇനി ഫൈനൽ പ്ലേയിലേക്ക് വരികയാണെങ്കിൽ, യുമനൈഡസ് എന്നുള്ള ഫൈനൽ പ്ലേയിൽ വരികയാണെങ്കിൽ ഓറസ്ട്രസ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓറസ്ട്രസിനെ ഫ്യൂറീസ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓറസ്ട്രസ് ഡൽഹിയിലുള്ള അപ്പോളോയുടെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം അവിടെ ഒരു അഭയം പാർക്കുകയാണ്. അപ്പോളോ എന്ന് പറയുന്നത് ഗ്രീക്ക് ഗോഡ് ഓഫ്
സണ്ണാണ്, അതുപോലെ തന്നെ ഹീലിംഗ്, മെഡിസിൻ ഇതിൻ്റെ എല്ലാം ദേവതയാണ്. അപ്പോൾ അപ്പോളോയും അതുപോലെ അഥീന ഗോഡസ് ഓഫ് വിസ്ഡം ആണ്. ഇവർ രണ്ടുപേരെയും ഒറസ്ട്രസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദൈവങ്ങൾ വന്നിട്ട് ഈ ഒരു കേസ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ കൂടുതൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ദൈവവും മനുഷ്യരും തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവങ്ങൾ വരെ വന്നിട്ട് ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നു. അതിൽ അഥീന വന്നിട്ട് ഫ്യൂറീസിന് പുതിയൊരു റോള് കൊടുക്കുകയാണ്. അഥീന പറയുകയാണ്, ഇനി തൊട്ട് നിങ്ങൾ റിവെഞ്ചിന് വേണ്ടിയല്ല പോകേണ്ടത്, നിങ്ങളുടെ പുതിയൊരു റോൾ എന്ന് പറയുന്നത് ഏഥൻസിൻ്റെ പ്രൊട്ടക്റ്റേഴ്സാണ് നിങ്ങൾ. അങ്ങനെ അവർക്ക് ഹ്യൂമനൈഡ്സ് അല്ലെങ്കിൽ കൈൻഡ്ലി വൺസ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു എൻഡിങ്ങിൽ റിവെഞ്ച് അല്ല കാണാൻ സാധിക്കുന്നത്, ഒരു രീതിയിൽ ഒരു റീകൺസിലിയേഷൻ, ഒരു ജസ്റ്റിസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ട്രൈലജി എയ്ഷ്ലെസ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ട്രജീഡിയൻ ആയിട്ടുള്ള സോഫോക്ലസിലേക്ക് വരുവാണെങ്കിൽ, സോഫോക്ലസ് നടത്തിയിട്ടുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു തേർഡ് ആക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇതിനു മുമ്പ് എയ്ഷ്ലെസിൻ്റെ ഡ്രാമയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പുതിയൊരു കാര്യം സോഫോക്ലസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹവും ഒരു 120 പ്ലേസോളം അത്രയും എഴുതിയിട്ടുണ്ടെങ്കിലും ആകെ 7 പ്ലേ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സർവൈവ് ചെയ്തിട്ടുള്ളത്. അല്ല, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രൈലജിയാണ് തീബൻ ട്രൈലജി. അതാണ് ഈഡിപ്പസ് റെക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് ടൈറനസ്, രണ്ടാമത്തേത് ഈഡിപ്പസ് അറ്റ് കൊളോണസ്, മൂന്നാമത്തേത് ആൻറ്റിഗണി. അപ്പോൾ ആ ഒരു ട്രൈലജിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട്. ആദ്യത്തെ പ്ലേ ഈഡിപ്പസ് റെക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് ടൈറനസ് അല്ലെങ്കിൽ ഈഡിപ്പസ് ദ കിങ്. 3 അധികം ടൈറ്റിൽസ് ഒരേ പ്ലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് സ്റ്റോറിയിൽ പറയുന്നത് നമ്മുടെ തീബിലെ രാജാവും രാജ്ഞിയായിട്ടുള്ള ലൈസിനും ജൊക്കാസ്റ്റയ്ക്കും ഈഡിപ്പസ് എന്നുള്ളൊരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഡൽഹിയിലെ ഒറാക്കിൾ, പ്രവചനങ്ങൾ നടത്തുന്ന ഒറാക്കിളാണ്. ആ ഒരു പ്രവചനം വരുന്നു, ഈ ഒരു കുഞ്ഞ് സ്വന്തം അച്ഛനെ കൊന്നിട്ട് സ്വന്തം അമ്മയെ കല്യാണം കഴിക്കുമെന്നുള്ളൊരു ഒരു പ്രവചനം വരുന്നു. രാജാവും രാജ്ഞിയും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സെർവൻറ്റിൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൊടുക്കുകയാണ്. പക്ഷെ സെർവൻറ്റ് കൊല്ലുന്നില്ല. ഈ ഒരു കുഞ്ഞുങ്ങളില്ലാത്ത വേറൊരു ഫാമിലിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഈഡിപ്പസ് അങ്ങനെ ഒരു യുവാവായിട്ട് വളരുന്നു. യുവാവായിട്ട് വളർന്നതിന് ശേഷം ഈ ഒരു പ്രവചനം ഈഡിപ്പസ് കേൾക്കുകയാണ്. അതായത് താൻ സ്വന്തം അച്ഛനെ കൊന്നിട്ട് സ്വന്തം അമ്മയെ കല്യാണം കഴിക്കുന്ന ഒരു പ്രവചനം. പക്ഷേ ഈഡിപ്പസ് അറിയുന്നില്ല താൻ ദത്തപുത്രനാണ്, അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആൾക്കാർ സ്വന്തം അച്ഛനും അമ്മയല്ല എന്നുള്ളൊരു കാര്യം ഈഡിപ്പസിന് അറിയില്ല. ഈഡിപ്പസ് ഈ ഒരു പ്രവചനം വിശ്വസിച്ചുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. വഴി വെച്ച് ഒരു മനുഷ്യനായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, ആ മനുഷ്യനെ കൊല്ലുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ ലയസ് ആണ്, അതായത് ഈഡിപ്പസിൻ്റെ സ്വന്തം അച്ഛനാണ്, തീബിലെ രാജാവായിട്ടുള്ള ലയസ് ആണ് ഇതെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പം എന്തായാലും തീബിലെ രാജാവ് മരിച്ചു. പുതിയൊരു രാജാവ് ആകണമെങ്കിൽ ആ ഒരു സ്പിങ്സ് എന്നുള്ളൊരു ഗ്രീക്ക് ഒരു സിമ്പലുണ്ട്. അത് നിങ്ങൾ പിക്ചേഴ്സിൽ മിക്കപ്പോഴും കണ്ടിട്ടുണ്ടാകും. പകുതി സിംഹവും പകുതി മനുഷ്യനായിട്ടുള്ളൊരു രൂപം. ആ ഒരു സ്പിങ്സ് പറയുന്ന റിഡിൽ സോൾവ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ തീബിലെ പുതിയ രാജാവാകാൻ സാധിക്കൂ. അത് ഈഡിപ്പസ് സോൾവ് ചെയ്യുന്നുണ്ട്. ഈഡിപ്പസ് തീബിലെ പുതിയ രാജാവാകുന്നു. അപ്പോൾ ലൈസിൻ്റെ ഭാര്യയായിട്ടുള്ള അല്ലെങ്കിൽ വിധവയായ ജൊക്കാസ്റ്റയെ ഈഡിപ്പസ് കല്യാണം കഴിക്കുന്നു. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അവർക്ക് 4 കുട്ടികളുണ്ടാകുന്നു. ഐ തിങ്ക് പേര് പോളിനൈസിസ്, ഇത്തിയോക്ലസ്, ആൻറ്റിഗണി ആൻഡ് 4th കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇറ്റ്സ് എ ഗേൾ, പക്ഷെ ഞാൻ മറന്നുപോയി. ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻസിൽ ഇടുന്നതായിരിക്കും. സോ അങ്ങനെ അവർ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രവചനത്തിൻ്റെ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാവുന്നത്. അപ്പോൾ ഈഡിപ്പസിന് മനസ്സിലാവുന്നു താൻ സ്വന്തം കൈ കൊണ്ട് കൊന്നത് ലയസിനെയാണ്, സ്വന്തം അച്ഛനെയാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് തൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ്, ജൊക്കാസ്റ്റയാണ് എന്നുള്ളൊരു സത്യം അറിയുമ്പോഴേക്കും ജൊക്കാസ്റ്റ സൂയിസൈഡ് ചെയ്യുന്നു. ഈഡിപ്പസ് സ്വന്തം കണ്ണ് കുത്തി പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു രാജഭരണം ജൊക്കാസ്റ്റയുടെ സഹോദരനായിട്ടുള്ള ക്രിയോൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് ഈഡിപ്പസ് ദ റെക്സ് എന്ന ഫസ്റ്റ് പ്ലേ തീരുന്നത്. സെക്കൻഡ് പ്ലേ ഈഡിപ്പസ് അറ്റ് കൊളോണസിൽ ഈഡിപ്പസ് സ്വയം എക്സൈൽ ചെയ്യുകയാണ്. ആ സമയം
ഈഡിപ്പസിൻ്റെ ആൺമക്കളായിട്ടുള്ള പോളിനൈസിസും ഇത്യോക്ലസും അതുപോലെ ജൊക്കാസ്റ്റയുടെ സഹോദരനായിട്ടുള്ള ക്രിയോണും തമ്മിൽ ഇവിടെ യുദ്ധം നടക്കുകയാണ് കിരീടത്തിന് വേണ്ടി. ഈഡിപ്പസ് തിരിച്ചു വരുന്നില്ല. ഈഡിപ്പസിൻ്റെ മരണത്തോടെയാണ് ഈഡിപ്പസ് അറ്റ് കൊളോണസ് എന്ന സെക്കൻഡ് ഡ്രാമ തീരുന്നത്. ഇനി തേർഡ് ഡ്രാമയായിട്ടുള്ള ആൻറ്റിഗണി, അത് ഈഡിപ്പസിൻ്റെ ജൊക്കാസ്റ്റയുടെ മകളാണ്. ആൻറ്റിഗണിയിലെ അഗെയിൻ മെയിൻ ക്യാരക്ടർ നമ്മുടെ ആൻറ്റിഗണി തന്നെയാണ്. ഇതിൽ പോളിനൈസീസ് ഒരു യുദ്ധത്തിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിയോൺ ആണ് ആ സമയത്തെ ദ്വീപിലെ രാജാവ്. ക്രിയോൺ പറയാണ് പോളിനൈസീസ് രാജദ്രോഹിയാണ്, അതുകൊണ്ട് മൃതദേഹം അടക്കല്ല എന്നുള്ളത്. അത് ഏറ്റവും വലിയൊരു അനാദരവാണ്. മൃതദേഹങ്ങൾ സംസ്കരിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അനാദരവാണ്. അപ്പോൾ ആൻറ്റിഗണി ഇതിനെ എതിർക്കുന്നുണ്ട്. ആൻറ്റിഗണിക്ക് ആവശ്യം പോളിനൈസീസിനെ സംസ്കരിക്കണമെന്നാണ്. പക്ഷേ ക്രിയോൺ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ വലിയൊരു ശിക്ഷ തന്നെ ഏറ്റുവാങ്ങുമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും ആൻറ്റിഗണി പോളിനൈസീസിനെ ആ ഒരു മൃതദേഹം സംസ്കരിക്കുന്നുണ്ട്. അതിന് ശേഷം ക്രിയോൺ ആൻറ്റിഗണിയെ തടവിലാക്കുന്നുണ്ട്. പക്ഷേ ആൻറ്റിഗണി സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ആൻറ്റിഗണിയും ക്രിയോണിൻ്റെ മകനും തമ്മിൽ ഒരു വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റിഗണി ഒരുപാടധികം സ്നേഹമായിരുന്നു ക്രിയോണിൻ്റെ മകന്. ആൻറ്റിഗണിയുടെ മരണത്തിന് ശേഷം ക്രിയോണിൻ്റെ മകനും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ക്രിയോണിൻ്റെ ഭാര്യയും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ടുഗെദർ ഒരുപാടധികം മരണങ്ങൾ ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ആൻറ്റിഗണി എന്ന ട്രാജഡിയും വരുന്നത്. ഈ ഒരു 3 കഥകളാണ് തീബൻ ട്രയലജി എന്നുള്ള സോഫോക്ലിസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്. സോ ഇനി നമുക്ക് ലാസ്റ്റ് ട്രജീഡിയൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് യൂറിപ്പിഡസ്. യൂറിപ്പിഡസും എയ്സ്റ്റിലിസിൻ്റെയും സോഫോക്ലിസിൻ്റെയും കണ്ടംപററിയാണ്. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ നമുക്ക് ക്യാരക്ടേഴ്സിന് കുറച്ചും കൂടി ഒരു ഹ്യൂമൻ ലൈക്ക് ഒരു കുറച്ചും കൂടി സൈക്കോളജിക്കൽ മോട്ടിവേഷനൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഏകദേശം 92 പ്ലേസ് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 18 മാത്രമാണ് ഇപ്പോൾ സർവൈവ് ചെയ്ത് നിലവിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് മീഡിയ ആണ് ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള വർക്ക്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇലക്ട്ര, അതുപോലെ തന്നെ ബാക്കി പോലത്തുള്ള വർക്ക്സും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ട്രാജഡിയാണ്. ഈ ഒരു ട്രാജഡിയിൽ മീഡിയ എന്ന പേരുള്ള നമ്മുടെ സ്ത്രീയാണ് മെയിൻ ക്യാരക്ടർ. അവരുടെ ഹസ്ബൻഡ് ജെയ്സൺ അവരെ ചീറ്റ് ചെയ്തുകൊണ്ട് കോറിൻറ്റിലെ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു. ജെയ്സനും മീഡിയയ്ക്കും 2 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിന്നതായിരുന്നു. പക്ഷേ ജെയ്സൺ കോറിൻറ്റിലെ പ്രിൻസസിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. മീഡിയയെ ചീറ്റ് ചെയ്യുന്നു. ഇതിന് പ്രതികാരമായിട്ട് മീഡിയ നമ്മുടെ ജെയ്സൻ്റെ പുതിയ ബ്രൈഡിനെ കൊല്ലുന്നു. അവരുടെ അച്ഛനെ, അതായത് കോറിൻറ്റിലെ രാജാവിനെ കൊല്ലുന്നു. ഇതും പോരാഞ്ഞ് ജെയ്സനെ വേദനിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു രീതിയിൽ സ്വയം വേദനിപ്പിക്കുന്നതാണ്, അവരുടെ സ്വന്തം 2 മക്കളെയും കൊല്ലുന്നു. ഇതാണ് ഈ ഒരു റിവെഞ്ച് ആൻഡ് മർഡറിങ് ആണ് ഈ ഒരു മീഡിയ എന്ന ട്രാജഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ തീംസ് എന്ന് പറയുന്നത് ബിട്രയൽ, കോൺസിക്വൻസ് ഓഫ് പാഷൻ. ഇമ്പോർട്ടൻ്റ്ലി ഇതാണ് സെൻട്രൽ തീം, ദ ലെങ്ത് ടു വിച്ച് വൺ ക്യാൻ ഗോ ഫോർ റിവെഞ്ച്. പ്രതികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് മീഡിയ കാണിക്കുന്നത്. അത് ശരിക്കും പ്രതികാരം ചെയ്യുമ്പോൾ അത് എത്രത്തോളം, അതിനും ഒരു ലിമിറ്റ് വേണമോ വേണ്ടയോ എന്ന് പോലും നമ്മൾ ആലോചിച്ച് പോകുന്ന രീതിയിലുള്ളൊരു ട്രാജഡിയാണിത്. കാരണം സ്വന്തം മക്കളെ പോലും കൊല്ലുകയാണ് പ്രതികാരത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ക്യാരക്ടേഴ്സാണ് യൂറിപ്പിഡസിൻ്റെ നാടകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് നാടകങ്ങൾ എടുത്ത് നോക്കുമ്പോഴും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ അദ്ദേഹം വളരെയധികം ഇങ്ങനെ വെഞ്ച്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ യൂറിപ്പിഡസിൻ്റെ പ്ലേ ഉടനീളം ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ he portrays them as characters showing envy, madness and treachery. ഈ ഒരു പോർട്രയൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് യൂറിപ്പിഡസിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ പൊതുവെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെല്ലാം മിസോജിനിസ്റ്റിക് ആണ് എന്ന് പലപ്പോഴും ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ് കൂടുതൽ ട്രാജഡിയെക്കാട്ടിലും ഡെമോക്രാറ്റിക് ആണ്, പൊളിറ്റിക്കലായിട്ട് കുറച്ചും കൂടി ഒരു എലമെൻറ്റ്സ് കാണാൻ സാധിക്കുന്ന ട്രാജഡീസ് ആണ് എന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേസിനെ കുറിച്ചൊരു ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരിസ്റ്റോഫെയിൻസ്, അതായത്
ആ സമയത്തെ ഗ്രീക്ക് കമീഡിയൻ ആയിട്ടുള്ള അരിസ്റ്റോഫെൻസ് അദ്ദേഹത്തിൻ്റെ പല കോമഡീസിലും, പ്രത്യേകിച്ച് ഫ്രോഗ്സ് എന്ന കോമഡി പ്ലേയിലും യൂറിപ്പിഡസിനെ ഒരുപാടധികം സറ്റാറൈസ് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗ്രീക്ക് ട്രജീഡിയൻസിനെ കുറിച്ചും അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗ്രീക്ക് കോമഡിയെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്സ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടൽ പോലത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്സിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലായതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഈ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു ട്രാജഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ സമയത്ത് ആൻറ്റിഗണി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു കഥ എനിക്ക് എപ്പോഴും നന്നായിട്ട് ഓർമ്മ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു ട്രാജഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ചാനൽ ലിങ്ക് കൂടി കമൻറ്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. സോ സ്റ്റേ ട്യൂൺ ടിൽ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.